4. ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുന്ന ആഴമായ സ്നേഹം. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിന് ഏറ്റവും വലിയ തെളിവ് ശക്തിപ്രകടനങ്ങളിലല്ല, കാതുപൊട്ടുന്ന ശബ്ദകോലാഹലത്തിലല്ല, മറിച്ച് സ്നേഹത്തിലൂടെയുള്ള നിശബ്ദവും ശക്തവുമായ ഒരു മാറ്റം വളരെ വലിയ തെളിവാണ്. റോമർ 5:5 നമ്മോട് പറയുന്നു, ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. ശ്രദ്ധിക്കുക, ഇത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത സ്നേഹമല്ല, മറിച്ച് ദൈവത്തിന്റെ സ്നേഹം നമ്മിലേക്ക് പകരപ്പെട്ടതാണ്. പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നതിനു മുൻപ് നമ്മുടെ സ്നേഹം പലപ്പോഴും ഉപാധികൾക്ക് വിധേയപ്പെട്ടതായിരുന്നു. നമ്മെ സ്നേഹിക്കുന്നവരെ നമ്മൾ തിരികെ സ്നേഹിച്ചു. എന്നാൽ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിനെ പോലെയുള്ള ഒരു അമാനുഷിക സ്നേഹം നൽകുന്നു. ഈ സ്നേഹം തെറ്റ് ചെയ്തവരോട് ക്ഷമിക്കുന്നു, ക്ഷീണിച്ചിരിക്കുമ്പോഴും സേവനം ചെയ്യുന്നു, ശപിക്കുന്നവരെ അനുഗ്രഹിക്കുന്നു. ഇത് സ്വാഭാവികമല്ല, ഇത് ദൈവീകമാണ്. കൈപ്പേറിയ ഹൃദയത്തെ അവിടുന്ന് അനുകമ്പയോടെ മൃദുവാക്കുന്നു. മറ്റുള്ളവരെ ദൈവം എങ്ങനെ കാണുന്നുവോ അതുപോലെ കാണാൻ അവിടുന്ന് നമ്മെ പഠിപ്പിക്കുന്നു. യോഹന്നാൻ 13:35 യേശു പറഞ്ഞു, നിങ്ങൾക്കു തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിന്റെ ദൃശ്യമായ തെളിവായി മാറുന്നു. നിങ്ങൾക്ക് വാചാലമായി സംസാരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾ ക്രിസ്തുവിനെ പോലെ സ്നേഹിക്കുമ്പോൾ ലോകമത് ശ്രദ്ധിക്കും. പരിശുദ്ധാത്മാവ് സ്നേഹിക്കാൻ പ്രാപ്തനാക്കുക മാത്രമല്ല, അത് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. തകർന്നവർക്കു വേണ്ടി നിങ്ങളുടെ ഹൃദയം വേദനിക്കാൻ തുടങ്ങുന്നു. നിങ്ങളുടെ സ്നേഹം വളരുന്നുണ്ടെങ്കിൽ, ക്ഷമിക്കാൻ എളുപ്പമാകുന്നുണ്ടെങ്കിൽ, അത് മനുഷ്യന്റെ പരിശ്രമമല്ല, അത് ദൈവീക സാന്നിധ്യമാണ്.